ശ്രീ അരുൺ മോഹൻ, ഇതിപ്പോൾ ഇടത് വലത് മുന്നണികൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. അവരെ താങ്ങി നിർത്തുന്ന ഒരു വോട്ട് ബാങ്ക് തന്നെയാണ് പ്രശ്നം. ഇത് പരസ്യമായി പറയുമ്പോഴാണ് അത് പരസ്യമായി പറയുന്നവർ വർഗീയവാദികളാകുന്ന ഒരു സാഹചര്യം. അതാണ് ടി.ജി. മോഹൻദാസിൻ്റെ കാര്യത്തിലുണ്ടായത്, ശ്രീ ആർ.വി. ബാബുവിൻ്റെ കാര്യത്തിൽ ഉണ്ടായത്. ഇതിനെയൊക്കെ ഒന്ന് മറികടക്കേണ്ടതല്ലേ യഥാർത്ഥത്തിൽ ഈ കേരള സമൂഹം? 100%. ഞാൻ ഈ പരാതി കൊടുത്തിട്ട് 24 മണിക്കൂറാവുന്നു. സണ്ണി എം കവിക്കാട് എന്ന് പറയുന്ന എം പൈലി ഈ പ്രസ്താവന നടത്തിയിട്ട് 48 മണിക്കൂറാവുന്നു. ശ്രീ ബി റജി ഇവിടെ സൂചിപ്പിച്ചത് അനുസരിച്ചാണെങ്കിൽ ഇത്തരത്തിൽ നടപടിയെടുക്കാൻ ഒട്ടും അമാന്തം കാണിക്കാത്ത വി ഡി സതീശനോ, മുമ്പ് ശ്രീ ആർ.വി. ബാബു സൂചിപ്പിച്ചതുപോലെ ഹിന്ദു സ്ത്രീകൾ അവർ വ്യഭിചാരികളാണ് എന്ന് എഴുതി വെച്ച ഒരു പുസ്തകം ഞാൻ എൻ്റെ മകന്റെ പ്രസാധകരിലൂടെ പബ്ലിഷ് ചെയ്യും എന്ന് ഈ ജിഹാദി വോട്ടിന് വേണ്ടിയിട്ട് അഭിപ്രായം പറഞ്ഞ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കേരളത്തിലോ ഈ സമയം വരെ നടപടി ഉണ്ടായില്ല എന്ന് പറയുന്നിടത്ത് ഈ കോൺഗ്രസ് മുമ്പ് സൂചിപ്പിച്ച മതേതരത്വം പൊളിഞ്ഞു വീണു. 1. 2, അഡ്വക്കേറ്റ് വസന്തിന്റെ ഒരൊറ്റ നേതാവും കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ LDFന്റെയോ ഒരൊറ്റ നേതാവ് ഈ സമയം വരെ അയ്യപ്പൻ ബലാത്സംഗ വീരനാണ് എന്നാണ് അഭിപ്രായപ്പെട്ടത്. അയ്യപ്പൻ ബലാത്സംഗ വീരനാണ്, അതായത് ഇടതുവശത്ത് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നു, അവിടേക്ക് നോട്ടം പോകാത്ത രീതിയിൽ പുറകുവശത്തായിട്ടാണ് മാളികപ്പുറത്തമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ക്ലിപ്പിംഗ് ഈ LDFന്റെ പ്രതിനിധി കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയണം. അദ്ദേഹം പറഞ്ഞത് അതിനുള്ളിലൂടെ ഇടയിലൂടെ വന്നത് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ, അതിന് മുന്നും പിന്നും കേൾക്കാൻ പറ്റും. എന്തിനും മുന്നും പിന്നും അദ്ദേഹം എനിക്കത് ആവർത്തിക്കാൻ സാധിക്കുന്നില്ല. മുമ്പ് ദിലീപ് പറഞ്ഞതുപോലെ ചിലപ്പം ഈ നമ്മളെ എൻ്റെ അച്ഛനെ വിളിച്ചാൽ അമ്മയ്ക്ക് വിളിച്ചാൽ ക്ഷമിച്ചിരിക്കുന്ന പലരും അയ്യപ്പനെ പറഞ്ഞാൽ ക്ഷമിക്കണമെന്നില്ല. കാര്യം ജീവവായുവായി ജീവശ്വാസമായി ഞങ്ങളൊക്കെ ഒപ്പം കൊണ്ടു നടക്കുന്ന അയ്യപ്പനെ കുറിച്ചാണ് ഈ തോന്നിവാസം വിളിച്ചു പറയുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ കൂടുതൽ വ്യാഖ്യാനങ്ങളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വ്യാഖ്യാനങ്ങളിലേക്ക് പോയാൽ ഈ സണ്ണി എം കവിക്കാട് എന്ന് പറയുന്ന ജാതി മാത്രം പറഞ്ഞു നടക്കുന്നവൻ മനസ്സിലാക്കേണ്ടത് മാളികപ്പുറം മധുര മീനാക്ഷിയാണ്. ഉയരത്തിലാണ് അമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മാളികപ്പുറത്ത് അമ്മ മധുര മീനാക്ഷി ദേവി തന്നെയാണ് എന്നാണ് ഹിന്ദുമത വിശ്വാസം. അറിയാമോ നിങ്ങൾക്ക്? അമ്മയുടെ സ്ഥാനത്ത് അതിനകത്ത് വ്യാഖ്യാനങ്ങൾ കാമുകി എന്നൊക്കെ പറഞ്ഞിടയ്ക്ക് പല ടേംസ് വന്നിട്ടൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. കാര്യം ബോധപൂർവ്വം ഇത്തരം കാര്യങ്ങളെ കൊണ്ടുവന്നിട്ട് ഹൈന്ദവ അവഹേളനം നടത്താൻ ഏഷ്യാറ്റിക് സൊസൈറ്റി മുതൽ ആരംഭിച്ചു വെച്ചിട്ടുള്ള ചില ഫേക്ക് നെറേറ്റീവുകൾ ഇന്നും തുടരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ജാതി കോമരങ്ങൾ അമ്മയെ കാണുന്ന സമയത്ത് ലൈംഗികത വരുന്നു എന്നുള്ള രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനം അയ്യപ്പ സ്വാമിക്ക് നേരെ നടത്തിയിട്ട് ഈ സമയം വരെ ഒരു പ്രതികരണം ഉണ്ടായില്ല. ആ തരത്തിൽ എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിന് അവഹേളനമാണെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ ഇതിനെ കമ്പയർ ചെയ്തിട്ട് ഇസ്ലാമിക ഭീകരവാദവുമായിട്ടും അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ തരത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പോകാതിരിക്കണമെങ്കിൽ ഈ വിഷയം ഉണ്ടായി 48 മണിക്കൂറിനുള്ളിൽ നടപടി സ്വീകരിക്കണമായിരുന്നു. ശ്രീ അരുൺ മോഹൻ, ഈ വ്യക്തി ആരുടെ ടൂളാണ് എന്നതുകൂടി നമ്മുടെ മുന്നിൽ വലിയ ചർച്ചയായി വരേണ്ടതുണ്ട്. അതിലേക്ക് എത്താം. അത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇയാൾ ആരുടെ ടൂളാണ് എന്ന കാര്യത്തിൽ നമുക്കൊന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊന്നും ഒരുപക്ഷെ വലിയ സംശയമൊന്നും ഉണ്ടാകാറില്ല. കാരണം കുറേ നാളുകളായി അയാൾ ഏത് വേദികളിലാണ് വളരെ കൃത്യമായി പ്രത്യക്ഷപ്പെടുന്നത് എന്ന് നമുക്കറിയാം. ആ ഒരു പ്രസംഗമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന ഒരു കൃത്യമായ അജണ്ട, അത് സനാതനധർമ്മത്തെ ഹൈന്ദവ ജനവിഭാഗത്തെ മുഴുവൻ ഭിന്നിപ്പിച്ച് നിർത്താൻ ഒരു അജണ്ട പ്രവർത്തിക്കുന്നുണ്ട്. ആ അജണ്ടയാണ് ഈ സണ്ണി കവിക്കാടിൻ്റെ വാക്കുകളിലൂടെ ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് നിരീക്ഷണം വരുന്നത്. അങ്ങേക്ക് തുടരാം. ദളിത് ആക്ടിവിസ്റ്റ് എന്ന പേരിലൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇയാളെ ചാനൽ ചർച്ചകളിൽ കൊണ്ട് ക്ഷണിച്ചിരുത്തുന്ന ഒരൊറ്റ ചാനൽ മാധ്യമ മുതലാളിമാര് ഇന്നത്തെ ദിവസം ഈ വിഷയത്തെ ചർച്ചയ്ക്ക് എടുക്കാത്തത് കൊണ്ട് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇത് വലിയൊരു കോക്കസ് ആണ്. അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, മാധ്യമ മുതലാളിമാരുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്, മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ കൾച്ചറൽ മാർക്സിസ്റ്റുകളായ മുഴുവൻ പേരുമുണ്ട്. ഇതിന് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ടെന്നൊന്നും ആരോപിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. കാര്യം അറബിക്കടലിന്റെ തീരത്ത് കൂട്ടിയിട്ട് ഏത് സമയത്തും പെറുക്കി കളയാവുന്ന അവസ്ഥ കിടക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ഇനി പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ അവരറിഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. കൃത്യമായിട്ടും ചില ക്യാമ്പസുകളിൽ വർഗീയപരമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ചില പരിപാടികൾ നടത്തിക്കൊണ്ട് 1900 ഇതിന്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 1930 കാലഘട്ടങ്ങളിൽ പ്രിസൺ ഡയറീസ് എന്ന് പറഞ്ഞ ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്റോണിയോ ഗ്രാംഷിയുടെ ഒരു പുസ്തകമുണ്ട്, ഒരു ടെക്സ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ എല്ലാ ക്യാമ്പസുകളിലേക്കും എത്തിയിട്ടുണ്ട്. അതിനകത്ത് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളുണ്ട്. സെക്ഷൽ റിവല്യൂഷന്, ക്രിട്ടിക്കൽ തിയറി, അതിലെ മറ്റൊന്നാണ് ഈ പറയുന്ന ക്യാൻസർ കൾച്ചർ.
ഒരു നാടിന്റെ സംസ്കാരത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ ആ നാടിനെ തകർക്കാൻ കഴിയൂ എന്ന കൃത്യമായ തിയറി. ഇതൊക്കെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഇക്കാലത്തും ഈ 2026 ഇത്തരത്തിലുള്ള ജാതി കോമരങ്ങളെ പ്രതിഷ്ഠിക്കുന്നവർക്കിട്ടാണ് ആദ്യത്തെ അടി കൊടുക്കേണ്ടത്. മറ്റൊന്ന്, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇസ്ലാം സമൂഹത്തിൽ തന്നെ 46-ൽ പരം ജാതി ഉപജാതി വിഭാഗങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഈ ജാതിയെക്കുറിച്ചോ ഉപജാതിയെക്കുറിച്ചോ അവിടെ നേരിടുന്ന ഭീഷണിയെക്കുറിച്ചോ ഇനി ക്രൈസ്തവൻ തന്നെ മതപരിവർത്തനം ചെയ്തു പോയാൽ അവനെ ദളിത് ക്രൈസ്തവൻ എന്നാണ് വിളിക്കുന്നത്. അവന് പ്രത്യേക പള്ളിയാണ്. അവന് വിവാഹം കഴിക്കണമെങ്കിൽ ഇപ്പുറത്ത് മറ്റൊരാളുമായിട്ട് സാധിക്കില്ല. 4 നേരം ഇയാൾ ചോദിക്കുന്നുണ്ടല്ലോ, ഈഴവൻ നായരെ കല്യാണം കഴിക്കുമോ, പുലയൻ നായരെ കല്യാണം. അപ്പൊ 4 നേരവും ഹിന്ദു സമുദായത്തിനുള്ളിലെ ഹിന്ദു സമുദായത്തിൽ പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നില്ല. ഇവിടുത്തെ നവോത്ഥാന നായകർ മന്നത്ത് പത്മനാഭനാണെങ്കിലും അയ്യങ്കാളി ഗുരുദേവനാണെങ്കിലും ആർ ശങ്കർ ആണെങ്കിലും പിന്നെ VT ഭട്ടതിരിപ്പാണെങ്കിലും ബ്രഹ്മാനന്ദ ശിവയോഗി ആണെങ്കിലും എല്ലാം നിരവധിയായിട്ടുള്ള സമുദായ ആചാര്യന്മാർ അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് വലിയ വിപ്ലവം ഉണ്ടാക്കിയിട്ടുള്ള മണ്ണാണിത്. പുലയരെല്ലാരും കൂടി സംഭവരായാലെന്താ പുലയന്റെ പുല മാറുമോ എന്ന് പാടിയ PRDS-ന്റെ സ്ഥാപകൻ ശ്രീ കുമാര ഗുരുദേവന്റെ നാടാണിത്. ഈ പത്തനംതിട്ട ജില്ലയിലുള്ള ശബരിമല ക്ഷേത്രത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പുലരെല്ലാം കൂടി സംഭവരായാലെന്താ പുലയന്റെ പുലമാറുമെന്ന് പാടിയതിന്റെ കാരണം എന്താണ്? നിർബന്ധിതമായ മതപരിവർത്തന ശ്രമം നടത്തി തന്റെ വിഭാഗത്തിലുള്ളവരെ കൊണ്ടുപോകുന്ന സമയത്ത് ഇത്തരത്തിൽ ക്രൈസ്തവ മതപരിവർത്തനത്തിന് നിങ്ങൾ നിർബന്ധിതരായ ക്രൈസ്തവ മതപരിവർത്തനത്തിന് നിങ്ങൾ വിധേയരായാൽ നിങ്ങളുടെ പ്രശ്നം തീരുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഹൈന്ദവ ആചാരപരമായി നിൽക്കുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തെ തന്നെ ഉണ്ടാക്കിയെടുത്ത് അതിനെതിരെ ഫൈറ്റ് ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം. അതുപോലെ എന്റെ വീടിന്റെ തൊട്ടടുത്താണ് പാലൻ പുലയൻ ക്ഷേത്രം. ബ്രാഹ്മണൻ പുലയന് പൂജ ചെയ്യുന്ന പാലൻ പുലയൻ ക്ഷേത്രം. അതിനെക്കുറിച്ച് സണ്ണി എം കവിക്കാടിന് ഒന്നും പറയാനില്ല. കാര്യം ഹൈന്ദവ നവോത്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നിശബ്ദമാവുകയും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ബോധപൂർവ്വം ഹിന്ദുവിനെ അവഹേളിക്കുന്ന ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇയാള്. ഈ MM പൈലി, അതായത് കൃത്യമായ കാര്യം, MM പൈലി പിന്നീട് അനിൽകുമാറായി. അറിയാമോ? ഗസറ്റിൽ പേര് തിരുത്തി ഇയാൾ അനിൽകുമാറായി. വ്യക്തിപരമായി പറയുന്നില്ലെന്ന് ശ്രീ RV ബാബു മുമ്പ് സൂചിപ്പിച്ചു. ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. കേവലം അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് മാത്രം കടക്കാൻ വേണ്ടിയല്ല, എങ്ങനെ ഇയാൾ ജിഹാദികളുടെ ടൂൾ ആകുന്നു എന്ന് ഇയാളുടെ ഹിസ്റ്ററി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അനിൽകുമാറിന്റെ മകളുടെ പേര് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അനിൽകുമാർ എന്നാണ്. ഇക്കാലത്തും ഇയാളുടെ പേര് സണ്ണി എം കവിക്കാട്. ഇന്നത്തെ കാലത്ത് ഇതേ സണ്ണി എം കവിക്കാട് എന്ന പേരിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കോട്ടയം ജില്ലയിൽ തന്നെ കോട്ടയത്ത് ഒരു മനുഷ്യനുണ്ട്, ഒരു ദളിത് ആക്ടിവിസ്റ്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരും അടിച്ചു മാറ്റി അദ്ദേഹം തന്നെ ആക്ഷേപം ഉന്നയിച്ച വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ പേരും അടിച്ചു മാറ്റി ഈ നാടായ നാട് മുഴുവൻ നടന്ന് ഈ വൃത്തികേടുകൾ ജാതി ചിന്തകളെ വെച്ച് പുലർത്തുന്ന ഇയാള് ഈ ഡീനിന്റെ പ്രശ്നം പറഞ്ഞല്ലോ. ഇവിടുത്തെ ഇടതുപക്ഷ സഹയാത്രിയെ മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷ സഹയാത്രികനായ ഇടതുപക്ഷ അധ്യാപക യൂണിയനിൽപ്പെട്ട ഒരു അധ്യാപകൻ ജാതി അവഹേളനം നടത്തിയ വിഷയത്തിലാണ് ഈ പ്രതികരണം എന്ന് ആലോചിക്കണം. അവിടെ ഇടതുപക്ഷത്തെ കുറിച്ച് ഇദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. ഇദ്ദേഹത്തിന് പറയാനുള്ളത് അയ്യപ്പനെ കുറിച്ചും അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തെക്കുറിച്ചും മാത്രമാണ്. എവിടെ നിന്നാണ് സംസാരിച്ചത്? ജാതി നാമാദികളല്ല ഗുണഗണമെന്ന് പ്രസംഗിച്ച എഴുതിയ എഴുത്തച്ഛന്റെ പേരിലുള്ള മലയാള സർവകലാശാലയ്ക്ക് മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ഇത്തരത്തിൽ വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞു. ഭഗവാനെ അവഹേളിച്ച് ഒരു വലിയ എൻറ്റിറ്റി നമ്മളിലേക്ക്, ഭഗവാൻ ഈശ്വരനാണെന്ന് പറയുന്നതോടൊപ്പം അത് മനുഷ്യനുമാണ് എന്ന് പഠിപ്പിച്ച നിന്റെ ഉള്ളിലെ ഈശ്വരനെ നീ കണ്ടെത്താൻ ഇതിലും വലിയ ഒരു നവോത്ഥാനം, ഇതിലും വലിയ വിപ്ലവകരമായ ഒരു മുദ്രാവാക്യം നമുക്ക് ഇന്ന് ഈ നമ്മുടെ പുതുതലമുറയ്ക്ക് മുമ്പിൽ വെക്കാനുള്ളത് എന്താണ്? അത്തരത്തിലുള്ള അയ്യപ്പനെയാണ് അവഹേളിച്ചത്. ഈ വൈക്കത്ത് സ്ഥാനാർത്ഥിയാകുന്ന വിഷയമൊക്കെ സൂചിപ്പിച്ചല്ലോ. ഇദ്ദേഹം വൈക്കത്ത് സ്ഥാനാർത്ഥിയാകും ബന്ധപ്പെട്ട് ശ്രീ VD സതീശൻ തന്നെ അഭിപ്രായം പറഞ്ഞിരുന്നു. 5 മാസം മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് ഞാൻ അല്പം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു, ഒരാൾ എനിക്ക് അയച്ചു തന്നാണ്. എന്ന് വെച്ചാൽ ഇദ്ദേഹം അവരുമായി ചർച്ച ചെയ്തിരുന്നു. ആ സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദളിത് ക്രൈസ്തവനായ ആൾക്ക് ഒരു കാരണവശാൽ സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധിക്കില്ലെന്നുള്ള യാഥാർത്ഥ്യം ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലം മാറി നിൽക്ക്, നാളെ എന്തെങ്കിലും കൊടുത്തേക്കാം അർഹമായ പരിഗണന. ഈ അർഹമായ പരിഗണനയാണ് ഇയാൾ വിളിച്ചു പറയുന്ന എല്ലാ തോന്നിവാസനും കണ്ണടയ്ക്കുന്ന ഒരു സമീപനം ഇവരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. മഹാരാജാസ് കോളേജിലെ MM പൈലി പിന്നീട് അനിൽകുമാർ ആകുന്നു. സ്വന്തം മകളുടെ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് നിന്ന് അനിൽകുമാർ തന്നെയാണ്. അതായത് സ്വന്തം ഇയാളെ സംബന്ധിച്ച് പറഞ്ഞാൽ അച്ഛന്റെ പേര് ചോദിക്കും. ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അയ്യപ്പനെ എന്ത് വൃത്തിയോടും പറഞ്ഞിട്ട് കൈയും കെട്ടിയിരിക്കുന്നു കരുതിയോ? അച്ഛന്റെ പേര് ചോദിക്കുന്ന സമയത്ത് ലോട്ടിട്ടിട്ട് ആരാണ് അച്ഛനെന്ന് തീരുമാനിക്കേണ്ട സാഹചര്യം ഒരുപക്ഷെ ഈ കവിക്കാടിനുണ്ടായിരിക്കും. ആ ഗതികേട് അയ്യപ്പനോ അയ്യപ്പ ഭക്തരോ ആയ മനുഷ്യർക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കണം. ഈ കുഞ്ഞാപ്പി എന്ന് പറയുന്ന പുലയ സമുദായത്തിൽപ്പെട്ടയാളും ബാഹുലയൻ എന്ന് പറയുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ടയാളും ഗോവിന്ദ പണിക്കർ എന്ന് പറയുന്ന നായർ സമുദായത്തിൽപ്പെട്ടയാളും സമരഭടന്മാരായി നിന്ന് വൈക്കം സത്യാഗ്രഹം നടന്ന മണ്ണിലാണ് ഈ വൃത്തികെട്ടവൻ ജനിച്ചത്. ഇയാൾക്ക് നാണമുണ്ടോ, ഉളുപ്പുണ്ടോ, ലജ്ജയുണ്ടോ? ഈ പവിത്രമായ മണ്ണിൽ ജനിച്ചവനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തണം. അല്ലാതെ കണ്ട ജിഹാദികളുടെ കയ്യിൽ നിന്ന് എച്ചില് വാങ്ങി തിന്നിട്ട് അവരുടെ പത്രത്തിൽ കോളമിസ്റ്റായി നടക്കുന്ന ഒരു വൃത്തികെട്ടവൻ
പച്ചയ്ക്ക് ഇത്രയും പുലഭ്യം പറഞ്ഞിട്ട് 48 മണിക്കൂറായിട്ട് ഈ വിഷയത്തിൽ കേസെടുക്കുമ്പോൾ എന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ അനുഭാവിയായ മനുഷ്യൻ പറയുകയാണ്, അല്ലെ വക്താവ് പറയുകയാണ്, അതിപ്പോ അത് മതേതരമാണ്, ഞങ്ങൾ അങ്ങനെയൊക്കെ സമീപനം എടുക്കും, ഇങ്ങനെയൊക്കെ സമീപനം എടുക്കും. നാളെ തെരുവിലിറങ്ങി നടക്കുന്ന സമയത്ത് സ്വാഭിമാനികളായ ഹിന്ദുക്കൾ തലയടിച്ച് പറിക്കുന്ന സമയത്ത് അവരുടെ മേൽ നടപടിയെടുക്കാൻ 100 പേര് ഇവിടെ ഓടി വരും. ഇതാണ് ഇവരുടെ സെലക്റ്റീവ് മതേതരത്വം. ഈ തരത്തിൽ ഏതാണ്ട് കുറച്ചുകൂടി ഇങ്ങനെയൊക്കെ നീങ്ങിയാൽ, നിയമപരമായ നടപടികൾ സ്വീകരിക്കാതെ മുമ്പോട്ട് നീങ്ങിയാൽ ഉണ്ടാകുന്ന കലാപം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇയാളെ കൊണ്ട് ഈ വർത്തമാനം പറയിപ്പിക്കുന്നത് ഉള്ളതാണ് യാഥാർത്ഥ്യം.